കുന്നത്തുനാട് മണ്ഡലത്തിന്റെ ജനകീയ MLA ആയിട്ടുള്ള അഡ്വക്കേറ്റ് PV ശ്രീനിജൻ MLA 2020 നേതാവും ഈ കിഴക്കമ്പലം പ്രദേശത്തെ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാബു M ജേക്കബ് നടത്തിയ ഒരു അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് വംശീയവും ജാതീയവുമായി നടത്തിയ ഒരു അധിക്ഷേപം കഴിഞ്ഞ ഞായറാഴ്ച പൂത്രിക പഞ്ചായത്തിൽ 2020 സമ്മേളന വേദിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു ജനകീയ MLA അധിക്ഷേപിച്ചത്. നമുക്കറിയാം, ഒരു നിയമസഭാ സാമാജികൻ എന്ന് പറയുമ്പോൾ പ്രോട്ടോകോൾ പ്രകാരം DGPയുടെ റാങ്കിന് മുകളിലാണ്. അത്തരം പദവിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഈ സാബു ജേക്കബ് അധിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പൊ അത് മറ്റൊന്നും കൊണ്ടല്ല, കേരളത്തിൽ മറ്റ് അനവധി മേഖല 140 മണ്ഡലമുണ്ട്. അവിടെയൊന്നും പോയി ഇത്തരത്തിലുള്ള അധിക്ഷേപം സാബു ജേക്കബ് നടത്തുന്നില്ല. ഇത് ഇപ്പൊ എനിക്ക് മുന്നേ സംസാരിച്ച ഏലിയാസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മുടെ ഈ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം പറഞ്ഞതാണ്. അപ്പോൾ ഈ 2020 മുതലാളി കേരളത്തിന്റെ പൊതുസമൂഹത്തോട് വലിയ തരത്തിലുള്ള വെല്ലുവിളികൾ നടത്തിക്കൊണ്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അത്തരത്തിൽ തിരുവല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരിട്ടുകൊണ്ട് മുന്നോട്ട് വന്നപ്പോൾ കേരളത്തിന്റെ മണ്ഡലമാകെ അല്ലെങ്കിൽ കേരള സംസ്ഥാനമാകെ 14 ജില്ലക്കകത്തും 2020 വ്യാപിക്കും എന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളായിരുന്നു. ഇപ്പൊ അടുത്തിടയ്ക്ക് ഫേസ്ബുക്കിലൊക്കെ പഴയകാല മുദ്രാവാക്യങ്ങൾ എടുത്ത് ഞങ്ങളുടെ പ്രവർത്തകരൊക്കെ ഇട്ടപ്പോഴാണ് ഇത്തരം വാഗ്ദാനങ്ങൾ ഉണ്ടായോ എന്ന് ഞാൻ പോലും അറിയുന്നത്. എന്താ മുദ്രാവാക്യം, എന്താണ് അതിന്റെ പ്രഖ്യാപനങ്ങൾ? 60 വയസ്സ് കഴിഞ്ഞ മണ്ഡലത്തിലുള്ള മുഴുവൻ ആളുകൾക്കും പെൻഷൻ സാമൂഹിക ക്ഷേമ പെൻഷൻ കൊടുക്കുമെന്നാണ്. അത്തരത്തിൽ മറ്റ് വാഗ്ദാനങ്ങളുമുണ്ട്. കിഴക്കമ്പലം മോഡലിൽ ഭക്ഷ്യ സുരക്ഷാ കെട്ട് ഈ മണ്ഡലമാകെ വ്യാപിക്കും. ഇപ്പോ കേവലം 4 പഞ്ചായത്തുകളിൽ 2020 ഭരിക്കുന്നു. ഈ 4 പഞ്ചായത്തിൽ കിഴക്കമ്പലം ഒഴിച്ച് വേറെ ഏതെങ്കിലും പ്രദേശത്ത് ഇത്തരത്തിൽ മാർക്കറ്റോ ഇല്ല. അപ്പോ ജനങ്ങളെ കബളിപ്പിക്കുക എന്നതാണ് 2020 മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകി ഇപ്പോ ഏലിയാസ് സംസാരിക്കുന്നുണ്ടായി. 2020 ഈ കിറ്റെക്സ് കമ്പനി, കിറ്റെക്സ് ഗവൺമെന്റ് എന്ന പേരിൽ 1992 ഈ പ്രദേശത്ത് ഈ യൂണിറ്റ് സ്ഥാപിക്കുന്നത്. അത് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഗാർമെന്റ്സ് മേഖലകളിൽ കൂടുതലും സ്ത്രീ തൊഴിലാളികളാണ് പണിയെടുക്കുന്നത്. അങ്ങനെ ഗാർമെന്റ്സ് മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 400ഓളം സ്ത്രീ തൊഴിലാളികൾ ഈ മേഖലയിൽ പണിയെടുത്തിരുന്നു. ഈ മേഖലയിൽ പണിയെടുക്കുമ്പോൾ ഇപ്പോഴാണെന്ന് അന്യസംസ്ഥാനത്ത് കുറച്ച് 10 വർഷത്തിൽ മേലെയായി ഈ മേഖലയിൽ ഇപ്പോ അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളായിട്ടുള്ളവരെ മൃഗീയമായി പണിയെടുപ്പിക്കുന്ന ശൈലിയെല്ലാം ഇപ്പൊ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ജന്മല ഈ സ്വഭാവം പുള്ളിയുടെ രക്തത്തിൽ അലിഞ്ഞിട്ടുണ്ട്. അതാണ് ഇതിനു മുമ്പേ ഏലിയാസ് അടക്കമുള്ള ആളുകൾ പ്രാദേശികമായി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, PV ശ്രീനിജൻ എന്ന MLA ഒറ്റയ്ക്ക് മത്സരിച്ച് അല്ലെങ്കിൽ അങ്ങനെ മത്സര രംഗത്തേക്ക് വന്ന് വിജയിച്ച ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു പ്രസ്ഥാനമുണ്ട്, ഒരു സംഘടനയുണ്ട്. ഇപ്പോൾ ഈ പട്ടികജാതി ക്ഷേമ സമിതി എന്ന സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവും അതിനേക്കാളുപരി ജനപ്രതിനിധിയുമാണ്, നിയമസഭാ സാമാജികനാണ്. ഇതൊന്നും കണക്കാക്കാതെ കേവലം പട്ടികജാതിക്കാരൻ എന്നുള്ള ആ ഒരു പ്രയോഗത്തിൽ നിന്നുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് പോയിക്കൊണ്ട് ആ ഒരു കാലഘട്ടത്തെ പുനഃസൃഷ്ടിക്കാമെന്നാണ് സാബു ജേക്കബ് ശ്രമിക്കുന്നതെങ്കിൽ അത് വ്യാമോഹം മാത്രമെന്നാണ് PKS പറയാനുള്ളത്. മറ്റൊന്നുമല്ല, PKS സാബു ജേക്കബിനെ വെല്ലുവിളിക്കുന്നില്ല. വെല്ലുവിളിക്കേണ്ട ആവശ്യവും പട്ടികജാതി ക്ഷേമ സമിതിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഈ നൂറുകണക്കായ പ്രവർത്തകർ വിളിച്ച മുദ്രാവാക്യം ഈ പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് സാബു ജേക്കബിനുള്ള വെല്ലുവിളിയല്ല, താക്കീതാണ്. ഈ താക്കീത് കണ്ട് ഇനിയും സാബു ജേക്കബ് മാറി നിന്നില്ലെങ്കിൽ, ശ്രീനിജനുള്ള അധിക്ഷേപം തുടരാണ് ശ്രമമെങ്കിൽ ഇദ്ദേഹത്തെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ലെന്നാണ് PKSന്റെ പ്രവർത്തകർ നിങ്ങൾക്ക് നൽകിയ മുന്നറിയിപ്പ്. അത് ഞങ്ങൾ തുടരുക ചെയ്തു. ഞങ്ങൾക്കൊരു ഭാരം
കാര്യമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിലേക്ക് പൊതുസമൂഹത്തിന്റെ രംഗത്തേക്ക് കടന്നു വന്നത് നിരവധിയായ പോരാട്ടങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണ്. രാജ്യത്ത് മറ്റ് ഇതര സംസ്ഥാനങ്ങളുണ്ടല്ലോ, ആ സംസ്ഥാനങ്ങളിലൊന്നും പട്ടികജാതി അല്ലെങ്കിൽ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് കേരളത്തിന്റെ സാമൂഹിക സാഹചര്യമല്ലല്ലോ ഉള്ളത്. ഇപ്പൊ തെലങ്കാനയിലേക്ക് കിറ്റക്സ് ഗാർമെന്റ്സ് മാറ്റിയെന്നുള്ള പ്രയോഗിച്ചുകൊണ്ട് വരുമ്പോൾ ഒരു ഗാർമെന്റ്സും ഒരു സ്ഥലത്തേക്കും മാറ്റിയിട്ടില്ല. ഈ കിഴക്കമ്പലം പ്രദേശത്ത് തന്നെയുണ്ട്. അതുകൊണ്ട് നല്ല രീതിക്ക് വ്യവസായം ചെയ്ത് തന്റെ തൊഴിലെടുത്ത് മുന്നോട്ട് പോവുക. മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധികളെ പോരിന് വരാനാണ് ഭാവമെങ്കിൽ PKSന്റെ സമരം ഇവിടെ അവസാനിക്കുന്നതല്ല എന്ന് മാത്രം ചുരുക്കി സൂചിപ്പിച്ചുകൊണ്ട്